نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله بسم الله الرحمن الرحيم وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب വിശ്വാസികളെ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൃഷ്ടാവും സംരക്ഷകനും പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നും പ്രവാചക ചര്യകൾ അത് ഉൾക്കൊള്ളുന്ന ഗൗരവത്തോടുകൂടി ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് ജീവിക്കുവാനും പരിശ്രമിക്കണമേ എന്നുകൂടിയും എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ശക്തമായ ഭാഷയിൽ അല്ലാഹു അതിനെ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ ചില സമ്പാദ്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സമ്പാദ്യങ്ങൾ എന്ന് പറയുന്നത്
ചില രഹസ്യമായ സമ്പാദ്യങ്ങളാണ്. ചിലപ്പോ നമ്മളോടൊത്ത് ജീവിക്കുന്ന ആളുകളോ ഏറ്റവും അടുത്ത നമ്മുടെ ബന്ധുക്കളോ ഒന്നും അറിയാത്ത ചില രഹസ്യ സ്വഭാവമുള്ള ഒരു വിഹിതം നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഹിതം നമ്മൾ മാറ്റി ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മളത് മാറ്റിവെക്കുന്നത്. രോഗവും അസുഖങ്ങളും പ്രയാസവും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്നത്. ചിലപ്പോ നമ്മുടെ കാലയളവിൽ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല. നമ്മുടെ ആ രഹസ്യ സ്വഭാവമുള്ള ആ സമ്പത്ത് ചിലപ്പോ നമ്മുടെ മരണശേഷമായിരിക്കും ഇങ്ങനെയൊരു സമ്പത്ത് നമ്മൾ രഹസ്യമാക്കി വെച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ ബന്ധുക്കൾ നമ്മോടൊപ്പം കഴിഞ്ഞു കൂടിയ ആളുകളൊക്കെ അറിയുന്നത്. അതൊരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് നമ്മൾ അങ്ങനെ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നും സ്വത്തിൽ നിന്നും രഹസ്യ സ്വഭാവത്തോടു കൂടി മാറ്റി വെക്കുന്നത്. ഇതേപോലെ രഹസ്യ സ്വഭാവമുള്ള ചില നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് സാധാരണ ചെയ്യുന്ന നമ്മുടെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നത് പല നിലയ്ക്കും അല്ലാഹു കർമ്മങ്ങളുടെ ശ്രേഷ്ഠതയും പ്രതിഫലവും നഷ്ടപ്പെടുത്തുന്ന ലോകമാന്യം എന്നുള്ള എന്നുള്ള ആ ഒരു പരിധിയിൽ വരുന്നതായിരിക്കാം മനുഷ്യന്മാർ ചെയ്യുന്ന കർമ്മങ്ങൾ ഇന്ന് അധികവും. അത് ആരാധനാ കർമ്മങ്ങൾ വരെയും അങ്ങനെയായി മാറിയിട്ടുണ്ട്. പള്ളിയിൽ പോകുന്നത് വരെയും നമസ്കരിക്കുന്നത് വരെയും മറ്റുള്ളവരെ കാണിക്കുക എന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് ഇന്ന് മനുഷ്യരുടെ മുസ്ലിം സമൂഹത്തിന്റെ കർമ്മങ്ങൾ മാറിയിട്ടുണ്ട്. അത് സ്വതക്ക കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിലും മറ്റ് സൽക്കർമ്മങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ ഇതാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നന്മകളെ പൊളിച്ചു കളയാത്ത, ആരോരും കാണാത്ത, ലോകമാന്യം കടന്നു വരാത്ത എന്തെങ്കിലുമൊക്കെ ഗോപ്യമായ ചില നല്ല ഗുണങ്ങളും ആരാധനകളും സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം അറിയുന്ന, നമുക്ക് മാത്രം അറിയാവുന്ന ചില നന്മകൾ, അങ്ങനെയുള്ള ഏതെങ്കിലും നന്മകള് നമ്മുടെ ഭാഗത്ത് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ആരും അറിയാത്ത നന്മ,
കൂടെ കിടക്കുന്ന ആളുകളോട് പോലും പറയാത്ത നന്മകൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ചില നന്മകള് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അങ്ങനെയുള്ള ചില കർമ്മങ്ങൾ നിർവഹിക്കുന്നവരെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പടച്ച തമ്പുരാന് വലിയ ഇഷ്ടം. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യ. അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറയുന്നത് അവര് തഖ്വയുള്ള ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. തഖ്വ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ. അതേപോലെ വൽ ഗനിയ്യ, മാനസികമായ ഐശ്വര്യമുള്ള ആളുകളെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് എന്ന്. അതോടൊപ്പം രഹസ്യമായ നിലയ്ക്ക് നന്മകൾ ചെയ്യുന്ന ആളുകളെയും അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. രഹസ്യമായി നന്മകൾ ചെയ്യുന്ന ആളുകളെയും പടച്ച തമ്പുരാനെ വലിയ ഇഷ്ടമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, മുൻഗാമികളായ നമ്മുടെ ആളുകള്, സ്വഹാബ കിറാം, അവരുടെയൊക്കെ ജീവിതത്തില് ഇതേപോലെയുള്ള ചില സ്വകാര്യമായ നന്മകള് അവര് കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ആ കൂട്ടത്തില് എടുത്തു പറയേണ്ടുന്ന സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിലുള്ള സമയം, ഖലീഫയായിട്ട് തുടരുന്ന സമയത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേഗം വീട്ടിലേക്ക് പോവുകയാണ്. എങ്ങോട്ടോ പോകുന്നു. എങ്ങോട്ടോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി പോകുന്നുണ്ട് പള്ളിയിൽ നിന്ന്. എല്ലാം നിരീക്ഷിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു അതെന്ത് ചെയ്യുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതിനെ നിരീക്ഷിക്കുകയാണ്. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിറകെ ഉമർ റളിയല്ലാഹു അൻഹുവും പോയി. അങ്ങനെ പോയപ്പോ പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെറിയ ഒരു കുടിലിലേക്ക് കയറി ചെല്ലുകയാണ്. ചെറിയ ഒരു കുടിലിലേക്ക് കയറി ചെല്ലുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒളിച്ചിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങി വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? സിദ്ദീഖുൽ അക്ബർ കാണാതെ തന്നെ ആ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ഒരു പ്രായമായ മാതാവിന്റെ അവിടെ ശയ്യയിൽ കിടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചു, ആരാണിപ്പോ വന്നിട്ട് പോയത്? എന്താണ് അദ്ദേഹം നിങ്ങൾക്ക് നിർവഹിക്കുന്നത്? ആ മാതാവ് പറഞ്ഞു കൊടുത്തു, ഞങ്ങളുടെ ആടുകളെ കറന്നു തരും. എന്ത്? ഞങ്ങളുടെ ആടുകളെ ആ വന്ന ആള് കറന്നു തരും. അതേപോലെ എന്റെ വസ്ത്രങ്ങളൊക്കെ അലക്കിത്തരും. എന്നെ കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുതരും. അതേപോലെ ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കള് പാകം ചെയ്തു തരും. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ആ മാതാവിനോട് ചോദിച്ചു, അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയുമോ? അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മുൻപരിചയമുണ്ടോ? ആ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾക്കൊരു പരിചയവുമില്ല, ഞങ്ങൾ ചോദിച്ചിട്ടുമില്ല, ആരാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. എന്ന് പറഞ്ഞ എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത, രഹസ്യമായി ചെയ്ത, ജീവിതത്തിൽ ആരോരും അറിയാതെ ചെയ്ത ഒരു നന്മയായിരുന്നു അതെന്ന് കാണാൻ സാധിക്കും. ഇതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ, നിരവധി സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നിരവധി സംഭവങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ഒക്കെ ഇതേപോലെയുള്ള ചില നന്മകള് ചെയ്തിരുന്നു എന്ന്. എന്തിനു വേണ്ടിയായിരുന്നു? ഇങ്ങനെയുള്ള നന്മകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന
വളരെ ആധികാരികമായ ഒരു സ്വത്തായിട്ട് ഇത് മാറും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മനിസ്തതാഅ മിൻകും അൻ യകൂന ലഹു ഹബഉം മിൻ അമലി സ്വാലിഹി ഫൽയഫൽ. പ്രവാചകൻ റസൂലുള്ളാഹി പറയുക, നിങ്ങൾക്ക് ഗോപ്യമായ എന്തെങ്കിലും നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞ എന്തെങ്കിലും അമലുസ്വാലിഹാത്തുകൾ നിങ്ങൾക്ക് രഹസ്യമായിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള അമലുസ്വാലിഹാത്തുകള് നിങ്ങൾ ചെയ്യണം എന്നാണ് അള്ളാന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അല്ലേ. അതിന് ഈ ദുനിയാവിലും പരലോകത്തിലും നമുക്ക് പ്രതിഫലവുമുണ്ട്. ദുനിയാവിൽ മാത്രമല്ല, പിന്നെയോ പരലോകം കൊണ്ടും അവസാനിക്കാതെ ഈ ലോകത്തും നമുക്ക് പ്രതിഫലങ്ങൾ നൽകുന്നതാണ് എന്ത്? നമ്മൾ ചെയ്യുന്ന ഇതേപോലെ ആരോരും കാണാതെ നിർവഹിക്കപ്പെടുന്ന അമലുകളെന്ന്. നമുക്കറിയാമല്ലോ, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ, ഒന്ന് അള്ളാഹുവിന്റെ കോപം, ആ കോപത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? വസ്വദഖത്തു സിർരി തുത്ഫിഉ ഗളബ റബ്ബി. രഹസ്യമായിട്ട് ചെയ്യുന്ന ദാനധർമ്മങ്ങള്, ആരോരും കാണാതെ നിർവഹിക്കപ്പെടുന്ന ദാനധർമ്മങ്ങള്, ആ ദാനധർമ്മങ്ങള് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും അള്ളാഹുവിന്റെ കോപത്തിലെ കെടുത്തിക്കളയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊക്കെ ഇന്ന് പരസ്യമായി കൊടുക്കാനാ ഇഷ്ടം. എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തി നാലാൾ അറിഞ്ഞ് അതിന്റെ പ്രതിഫലത്തെ പോലും നഷ്ടപ്പെടുത്തി കളയുന്ന തരത്തില് സ്വതക്കകൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുമ്പോ റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണെന്ന്, അള്ളാഹുവിന്റെ കോപം കെടുത്തിക്കളയാൻ ഉപയുക്തമായതാണ് എന്ത് ഇങ്ങനെ രഹസ്യമായി നൽകുന്ന സ്വതക്കകൾ എന്ന് പറഞ്ഞ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചില തിന്മകൾ, അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ചില തിന്മകൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകാവുന്ന, നമ്മുടെ മേൽ വന്നു ഭവിക്കാവുന്ന ചില ശിക്ഷകൾ, ആ ശിക്ഷകളിൽ നിന്നും അള്ളാഹുവിന്റെ ആ കോപത്തിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകും എന്ത്? രഹസ്യമായി നൽകുന്ന ദാനധർമ്മങ്ങൾ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പരലോകത്ത് ഇതേപോലെ വൻപിച്ച ഗുണങ്ങള് ഇതേപ്രകാരം നമ്മൾ നിർവഹിക്കപ്പെടുന്ന രഹസ്യമായ അമലുകൾക്ക് ഉണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് നാളെ അർശിന്റെ തണൽ ലഭിക്കുക എന്നുള്ളത്. മനുഷ്യനൊക്കെ വേവലാതിയും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ച് സൂര്യൻ ഒരു ചാൺ ഉയരത്തിലായി നിൽക്കുന്ന ചുട്ടുപൊള്ളുന്ന ആ മണലാരണ്യത്തില് പടച്ചതമ്പുരാൻ മനുഷ്യനെ അർശിന്റെ തണലിട്ട് കൊടുക്കും. മഹ്ശറയില് അള്ളാഹുവിന്റെയും അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ ലഭിക്കുമെന്ന്. ആ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അതിലൊരു വിഭാഗം രഹസ്യമായിട്ട് സ്വതക്ക ചെയ്യുന്ന വിഭാഗമാണൊന്ന്. രഹസ്യമായിട്ട് സ്വതക്ക ചെയ്യുക എങ്ങനെ? വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ സ്വതക്ക ചെയ്ത ആളുകൾക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കാൻ കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള നിരവധി ഗുണങ്ങളാണ് പരലോകത്ത് മനുഷ്യന് ലഭിക്കാനുള്ളത് എന്ന് അല്ലേ വിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറ 2-ാം അധ്യായം സൂറത്തു ബഖറയുടെ 271-ാമത്തെ വചനത്തിലും വിശുദ്ധ ഖുർആൻ കാര്യം വ്യക്തമാക്കുന്നുണ്ട്.
ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅ്മാ ഹിയ വഇൻ തുഖ്ഫൂഹാ വതുഅതൂഹാ അൽ ഫുഖറാഅ ഫഹുവ ഖൈറുൻ ലക്കും. ഖുർആൻ പറയുന്നു എന്താണ്? ഇൻ തുബ്ദു സ്വദഖാതി ഫനിഅ്മാ, നിങ്ങൾ വെളിവാക്കി കൊടുക്കുന്ന സദഖകൾ, നിങ്ങള് ആളുകൾക്ക് വെളിവാക്കി കൊടുക്കുന്ന ചില സദഖകൾ ഉണ്ടല്ലോ, ആ സദഖയും നിങ്ങൾക്ക് നന്മ ലഭിക്കും, ആ സദഖയിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. എന്നാൽ ഇനിയും നിങ്ങള് പാവപ്പെട്ട ആളുകളെ സഹായിക്കുമ്പോൾ ആ സഹായത്തില് നിങ്ങൾ രഹസ്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ, രഹസ്യമായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഖൈറുൽ ലക്കും, നിങ്ങൾക്കതാണ് ഏറ്റവും ഉത്തമം. രഹസ്യമായി ചെയ്യുന്ന കർമ്മമാണ്, രഹസ്യമായി ചെയ്യുന്ന ധർമ്മമാണ് നിങ്ങൾക്ക് ഏറ്റവും ദാനധർമ്മമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന്. എന്നിട്ടോ വയുകഫിറു അൻകും മിൻ സയ്യിആതികും, അങ്ങനെയുള്ള ആളുകളുടെ പാപങ്ങളെ അല്ലാഹു മായ്ക്കപ്പെടും, മറച്ചു വെക്കപ്പെടുമെന്ന്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു എന്ത് ചെയ്യുന്നു? എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അള്ളാഹു അറിയുന്നവനാണ്, സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുകയാണ്. അപ്പോ എല്ലാ കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കപ്പെടുന്നതോടൊപ്പം നമ്മുടെ ബാധ്യതയായ കർമ്മങ്ങളും ഐച്ഛികമായ കർമ്മങ്ങളുമൊക്കെ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചില രഹസ്യ സ്വഭാവമുള്ള സൽക്കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന്. ഏതുപോലെ സുബൈർ ഇബ്നു അവാം റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ മഹാനവറുകള് ആ സഹാബി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ്? ഇജ്അലൂ ലക്കും ഖബീഅതൻ മിൻ അമലി സ്വാലിഹ്, നിങ്ങൾക്ക് ചില പരസ്യമായി നിങ്ങൾ ചെയ്യുന്ന ചില സൽക്കർമ്മങ്ങളുണ്ടല്ലോ, നിങ്ങൾ പരസ്യമായി ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ടല്ലോ, ഇതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ആരും അറിയാതെ ചെയ്യുന്ന ചില രഹസ്യ സ്വഭാവത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിലൊക്കെ ചില കർമ്മങ്ങള്, ചില പ്രവർത്തികള് അല്ലെ, ഇന്ന് വരെയും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ചില തിന്മകൾ, ഒരിക്കലും അറിയാത്ത ചില തിന്മകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ. എപ്രകാരം? എന്നിട്ട് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കമാ അന്ന ലക്കും ഖബീഅതൻ മിൻ അമലി സയ്യി, നിങ്ങൾ എന്ത് ചെയ്യണം? ആരും അറിയാതെ ചില അമലുകൾ നിങ്ങൾ നിർവഹിക്കണം. ആരും അറിയാത്ത ചില അമലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏതുപോലെ നിങ്ങളുടെ ജീവിതത്തില് ചില അമലുകൾ എങ്ങനെയുണ്ട്? ആരോരും അറിയാത്ത ചില തിന്മകളുണ്ടല്ലോ, ആരോരും അറിയാത്ത ചില തിന്മകള് നിങ്ങളുടെ ജീവിതത്തിലുള്ളതുപോലെ ആരോരും അറിയാത്ത ചില നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വല്ലാത്ത ഒരു വാക്യമാണ് അദ്ദേഹം ഈ സഹാബി നമുക്ക് വിശദീകരിച്ചത്. കാരണം എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും പല നിലയ്ക്കും എന്തുണ്ട്? ചില തിന്മകളുണ്ട് രഹസ്യമായി സൂക്ഷിച്ചു വെക്കുന്നത്, ആരും അറിയാത്തത്. അത് സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാല്, നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഒളിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് അങ്ങനെയുള്ള തിന്മകളൊക്കെ പുറത്തു വന്നിട്ട് ഈ സമൂഹത്തിൽ തന്നെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പല തിന്മകളും നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊക്കെ രഹസ്യമാക്കി വെച്ചേക്കുകയാണ്, സൂക്ഷിച്ചു വെച്ചേക്കുകയാണ്. ആരോരും അറിയാതെ നമ്മോടൊപ്പം കിടക്കുന്ന നമ്മുടെ ഭാര്യ പോലും അറിയാത്ത നിലയ്ക്കുള്ള രഹസ്യങ്ങള്, തിന്മകളുടെ രഹസ്യങ്ങള് നമുക്കുണ്ടാകാം. അതേപോലെ എന്തുണ്ടാകണം? ആരും അറിയാത്ത ചില നന്മകളും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നാണ് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു നമ്മളെ വിശദീകരിച്ചു തരുന്നത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം രഹസ്യമായ നന്മകള് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തില് വിജയങ്ങള് സമ്മാനിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. രഹസ്യമായ ജീവിതം കൊണ്ട് നമുക്കൊരുപാട്
നന്മകൾ ലഭിക്കുന്നു എന്ന്. അത് ഈ ലോകത്തിലും പരലോകത്തിലും എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലഭിക്കും എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതേപോലെ രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ലോ, ഞാൻ സൂചിപ്പിച്ചല്ലോ, ചില തിന്മകള് നമ്മുടെ രഹസ്യ ജീവിതത്തില് നമ്മൾ ചെയ്യുമ്പോ പരലോകത്ത് അതിനും നമുക്ക് എന്ത് ചെയ്യും, വല്ലാത്ത ശിക്ഷ ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. രഹസ്യ സ്വഭാവത്തിലൂടെ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ എന്താണ്, അതും നാളെ പരലോകത്ത് ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കണം. നമ്മൾ വിശദീകരിച്ച് വരുന്നത് രഹസ്യമായ ചില നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങളും പദവികളും ഒക്കെ ലഭിക്കുമെന്ന്. ഇതോടൊപ്പം എന്താണ്, രഹസ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് നാളെ പരലോകത്ത് എന്ത് ലഭിക്കും, അതിനനുസൃതമായ ശിക്ഷയും അള്ളാഹുവിൽ നിന്നുള്ള കോപവും ലഭിക്കുമെന്ന് പ്രവാചകൻ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. ലഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലിൻ ജിബാലിൻ തിഹാമ ബീലൻ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ചില ആളുകള് എന്ത് ചെയ്യും, ഒരുപാട് അമലുകളുമായിട്ട് പരലോകത്ത് വരും. എന്റെ ഉമ്മത്തികളിൽപ്പെട്ട ഒരുപാട് ആളുകളെ എനിക്കറിയാം. റസൂലുള്ളാഹി പറഞ്ഞു, എനിക്കറിയാം അവരെന്ത് ചെയ്യും, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ആളുകളാണ്. അവർ ഒരുപാട് കർമ്മങ്ങളുമായിട്ട് ഹസനാത്തുകളുമായിട്ട് ഏതുപോലെ ജിബാലി തിഹാമാ ബീലൻ, തിഹാമാ മലയുടെ തിഹാമാ മലയുടെ അത്രയും എന്താണ് പ്രതിഫലവുമായിട്ട് അവര് നാളെ വരുന്നത് പരലോകത്ത്. പക്ഷെ എന്താണ്, ഫയജ്അലുഹാ അല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. അവരുടെ കർമ്മങ്ങളെ എല്ലാം അള്ളാഹു എന്ത് ചെയ്യും, പാറ്റിക്കളയുമെന്ന് പ്രവാചകൻ പറയുന്നത്. അവരുടെ കർമ്മങ്ങളെ എല്ലാം പാറ്റിക്കളയും, അതിനൊന്നും പ്രതിഫലമില്ലാതെ ആക്കും. സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, ഞങ്ങൾക്കതൊന്ന് വിശദീകരിച്ചതാ, കാരണം ജല്ലിഹിം ലനാ അല്ലാ നകൂന മിൻഹും, ഞങ്ങൾക്ക് അവരിൽപ്പെട്ടവരാകാതിരിക്കാൻ, അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടാതിരിക്കാൻ, ഞങ്ങൾക്ക് അവരെ അറിയില്ലല്ലോ, അതുകൊണ്ട് അവരെ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരണം. ആരാണ് ഒരുപാട് തിഹാമാ മലയോളം കർമ്മങ്ങളുമായി നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ വരികയും ആ കർമ്മങ്ങളെ മുഴുവനും അള്ളാഹു പാറ്റിക്കളയുകയും ചെയ്യുന്ന വിഭാഗത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് റസൂലുള്ളാഹിനോട് ആവശ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അതെന്താണ്, നിങ്ങളുടെ സഹോദരന്മാര് തന്നെയാണ് അവര്, നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആള് തന്നെയാണ് അവര്. വമിൻ ജിൽദതിഹിം, അവർ നിങ്ങളിൽപ്പെട്ട ആള് തന്നെയാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂന, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ അവരും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നമസ്കാരങ്ങള് എന്തൊക്കെയാണോ സുന്നത്തായ കർമ്മങ്ങള്, രാത്രി നമസ്കാരങ്ങള് ഒക്കെ, കർമ്മങ്ങളൊക്കെ അവരും അനുഷ്ഠിക്കുന്നുണ്ട്. പക്ഷേ എന്താണ്, വലാകിന്നഹും അഖ്വാമും ഇദാ ഖലൂ ബിമഹാരിമല്ലാഹി ഇൻദഹാകും, എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണെന്ന്. പക്ഷേ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്, അവർ ഒഴിഞ്ഞിരിക്കുമ്പോ, അവര് സ്വന്തമായിട്ട് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അള്ളാഹു വിരോധിച്ച ഹറാമായ കാര്യങ്ങൾ ചെയ്യും, നന്മകൾ ചെയ്യും. പക്ഷേ രഹസ്യമായ ജീവിതത്തില് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് സാധിക്കുന്നില്ല. അവരെന്ത് ചെയ്യും, അവര് അള്ളാഹു നിരോധിച്ച ഹറാമായ കാര്യങ്ങള് അവരുടെ രഹസ്യ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും നാളെ പരലോകത്ത് ലഭിക്കുകയില്ല എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ രഹസ്യ ജീവിതത്തില് നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ
എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അത് സുന്നത്ത് നമസ്കാരങ്ങള്, തഹജ്ജുദ് നമസ്കാരങ്ങള്, സ്വതക്കകള്, ഇത്തരത്തിലൊക്കെ നിർവഹിക്കപ്പെടാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വിശദീകരിക്കുന്നത്. അങ്ങനെ രഹസ്യ ജീവിതത്തില് നമ്മള് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, നാഥനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വലിയ വിജയമാണ് അവർക്ക് ലഭിക്കാനുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. സമീപത്ത് കൊണ്ടുവരും സ്വർഗം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യും? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ സ്വർഗം എന്ത് ചെയ്യും? അവരുടെ സമീപത്ത് കൊണ്ടുവരും. അവർക്ക് അകലത്തേക്ക് പോകേണ്ടി വരില്ല. അവരുടെ സമീപം തന്നെയായിരിക്കും സ്വർഗം അള്ളാഹു അവർക്ക് കൊണ്ടുവരും. എന്തുകൊണ്ടാണ്? അവരോട് എന്ത് ചെയ്തിരിക്കുന്നു? കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ പേടിച്ച് മടങ്ങുന്നവരും അതോടൊപ്പം എന്താണ്? കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരുമായിരുന്നു ആ കൂട്ടർ. അതേ പ്രകാരം തന്നെ അവര് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട്, അദൃശ്യമായിട്ട് പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുമായിരുന്നു. വിനയം കാണിക്കുന്ന ഹൃദയമായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നും ഖുർആൻ വിശദീകരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന്, അള്ളാഹുവിനെ പേടിച്ച് രഹസ്യമായ ജീവിതത്തില് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്? സ്വർഗം തന്നെ ലഭിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന, പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ. രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്? നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിജയമുണ്ട്. അവരുടെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് അള്ളാഹു എന്തു കൊടുക്കും? ഏറ്റവും അധികം നന്മ കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. രാത്രി നമസ്കാരങ്ങൾക്ക് വലിയ പുണ്യമുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് തഹജ്ജുദ് നമസ്കാരങ്ങൾ പതിവാക്കുക. വല്ലപ്പോഴുമല്ല, അത് നമ്മൾ എന്ത് ചെയ്യുക? പതിവാക്കി കൊണ്ടുപോകുക എന്നത് വളരെ പ്രധാനമർഹിക്കുന്നതാണ്. അപ്രകാരം ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ സ്വകാര്യമായിട്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റിയ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്രകാരം നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. അത് നിർവഹിക്കുക. ആരും അറിയാതെ ചെയ്യുന്ന ചില കർമ്മങ്ങള് ജീവിതത്തിൽ ഉണ്ടാക്കുക. അങ്ങനെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയില് വിജയം വരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الإنسان ما لم يعلم الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد يا أيها الناس أوصيكم ثانيا بالتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഏറ്റവും ചൂടേറിയ ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടും നഗരവും ഒക്കെ പ്രചരണ ചൂടുകളുടെ, കൊട്ടിക്കലാശങ്ങളുടെ ദിനങ്ങളിലേക്ക് കടക്കുമ്പോൾ
ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഉപകരിക്കുന്ന നീതി ബോധമുള്ള ആളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം. നമ്മുടെ പൗരാവകാശം കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. രാവിലെ തന്നെ ബൂത്തുകളിലെത്തി നമ്മുടെ സമ്മതിദാനാവകാശം നമ്മൾ വിനിയോഗിക്കുക. ഉച്ചയ്ക്ക് ശേഷം കള്ളവോട്ടുകളും കാലാവസ്ഥയുമൊക്കെ നമുക്ക് പ്രതികൂലമാകും. അതുകൊണ്ട് നമ്മളത് വിനിയോഗിക്കുക. അപ്രകാരം തന്നെ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് ഞാൻ കഴിഞ്ഞ തുകയിൽ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ തമ്മിലാണ് മത്സരങ്ങളും ഒക്കെ നടക്കുന്നത്. നമ്മൾ അറിയുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന നമ്മുടെ അയൽപക്കത്തുള്ള ആളുകളൊക്കെയാണ്. നമ്മുടെ നാവിൽ നിന്നും വിദ്വേഷത്തിന്റെയോ വെറുപ്പിന്റെയോ ഒരു അസഭ്യമായ വാക്കുകളും നമ്മുടെ നാവിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ആരെയും വേദനിപ്പിക്കുന്ന, ആരെയെങ്കിലും മനോവേദനയുണ്ടാക്കുന്ന, മാനസികമായിട്ട് ആരെയെങ്കിലും തളർത്തിക്കളയുന്ന ഒരു വാക്കും ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാനേ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നാളെയും കാണേണ്ടുന്ന ആളുകളാണ്, നാളെയും സഹകരിക്കേണ്ടുന്ന ആളുകളാണ്, നാളെയും ഇടപഴകേണ്ടുന്ന ആളുകളാണ് എന്ന ബോധം എപ്പോഴും വിശ്വാസികളെ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. തെരഞ്ഞെടുപ്പുകൾ വരും, കഴിയും, ഇനിയും തെരഞ്ഞെടുപ്പുകൾ വഴിയും വരും, തെരഞ്ഞെടുപ്പുകൾ പോകും. പക്ഷേ മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ മൂല്യം നമ്മൾ നിലനിർത്തുക. അതോടൊപ്പം നമ്മൾ വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് എന്താണ്? ഐഹിക ജീവിതത്തിൽ നിന്നും പരലോകത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് നമ്മളുള്ളത്. അവിടെ നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഏറ്റവും വലിയ, നമ്മളൊക്കെ എന്താണ് സ്ഥാനാർത്ഥികളാണ്. നമുക്ക് ലഭിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളുമായിട്ട് നമ്മുടെ പരലോകത്ത് എത്തുക. ആരെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഒരു അണുമണി തൂക്കം തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കാണുന്ന ഒരു ദിവസത്തിലേക്ക് നമ്മൾ നാളെ പോകാനുണ്ട്. അവിടെയാണ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത്, അവിടെയാണ് നമ്മുടെ വിജയവും പരാജയവും നിർണയിക്കുന്നത്. ആ ബോധം എത്ര തെരഞ്ഞെടുപ്പുകൾ വന്നാലും, എത്ര സ്ഥാനാർത്ഥികൾ നമ്മെ തെരഞ്ഞു വന്നാലും നമ്മുടെയൊക്കെ മനസ്സിലും ജീവിതത്തിലും ആ പരലോകത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. പരലോകത്തിന്റെ ഓർമ്മയുണ്ടാകണം, മരണത്തിന്റെ ഓർമ്മയുണ്ടാകണം. സ്വർഗത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കേണ്ടുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളെയും നമ്മുടെ ബുദ്ധിമുട്ടുകളെയും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പ്രാർത്ഥന വലിയ ഒരു ആരാധനയാണ്, ഇബാദത്താണ് എന്ന് നമ്മളെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും പ്രാർത്ഥിക്കണം എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളായ ആളുകള് അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇടയില് രോഗികളായിട്ടുള്ള ആളുകള് അള്ളാഹു പൂർണ്ണമായ ശമനങ്ങള് അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം കഴിഞ്ഞ ഖുതുബയില് നമ്മൾ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അത്യാസന്ന നിലയിലുണ്ടായിരുന്ന ഒരു സഹോദരി. ആ മാതാവ് നമ്മൾ പ്രാർത്ഥിച്ച് അല്പസമയത്തിനുള്ളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പരേതയ്ക്ക് മഗ്ഫിറത്തും മർഹമത്തും
അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ വേർപാട് മൂലം വ്യസനം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള സഹന ശക്തി അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട കളക്ഷനാണ് എല്ലാ രൂപയിലും നമ്മൾ സൂചിപ്പിക്കലുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെയുള്ള കളക്ഷൻ നിങ്ങളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് നമ്മുടെ പള്ളിയും അതേപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ സുഗമമായി നടക്കുന്നത്. അള്ളാഹുവിന്റെ പ്രതിഫലങ്ങള് ഒരുപാട് ലഭിക്കുന്ന ഈ ഒരു സൽക്കർമ്മത്തിൽ നിങ്ങളും പങ്കാളികളാകണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സംഭാവനകള്, ബക്കറ്റുകള് പള്ളിക്ക് പുറത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. പടച്ചതമ്പുരാൻ നമ്മുടെ എല്ലാ അമലുകളും കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തില് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ലോകത്ത് മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മർദ്ദനങ്ങളും പീഡനങ്ങളും യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന വിശ്വാസികളുടെ സമൂഹത്തിന് അള്ളാഹു അവന്റെ കാരുണ്യവും വിജയവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.